അതിൽ നിന്നും പിന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ പിന്നെ കാരണങ്ങളാലോ അത് ഒരു പക്ഷേ പിന്നെ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരുന്ന ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദത്താലോ നമുക്കെല്ലാവർക്കും അറിയാം 2015 ആ കരാർ ഒപ്പിട്ട സന്ദർഭത്തിൽ തന്നെ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ബെന്യാമിൻ നെതന്യാഹു കഴിയാവുന്നതെല്ലാം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പിന്നെ സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കോ എതിരായി അമേരിക്കൻ പാർലമെൻറ്റ് ജോയിൻറ്റ് ഹൗസിനെ വന്ന് അഡ്രസ്സ് ചെയ്യുക വരെ ചെയ്തു നെതന്യാഹു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമാധാനത്തിൻ്റെയോ ചർച്ചയുടെയോ പാതയല്ലാതെ ഈ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നടത്തിക്കളയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ യുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചിമേഷ്യയിൽ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളെയും നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ദുരിതക്കയത്തിൽ സാമ്പത്തിക ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന യുദ്ധമായി അത് മാറി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ 100 ദിവസമായി ഈ പിന്നെ യുദ്ധം തുടങ്ങിയിട്ട് അവർ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പിന്നെ ഒരു തിയറട്ടിക്കലായിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. സജീവൻ ആൻ്റണിയെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിനകത്ത് ഈ യുദ്ധം ഇങ്ങനെയൊക്കെയുള്ള യുദ്ധം ആരംഭിക്കുമ്പോഴുള്ളൊരു കുഴപ്പം ഇതിനെ പിന്നെ റോബർട്ട് പേപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. റോബർട്ട് പേപ്പിനെ പോലെയുള്ള ആളുകൾ പറയും ഇങ്ങനെ ഒരു വലിയൊരു സൈനിക ശക്തി ഒരു രാജ്യത്തിനെതിരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനകത്ത് അത് ചിലപ്പോൾ ഒരു എസ്കലേഷൻ ട്രാപ്പിൽ ചെന്ന് പെടാം. അതായത് ഒരു യുദ്ധം തുടങ്ങി, യുദ്ധം വിജയിച്ചതുമില്ല, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല, പിന്മാറാനും കഴിയുന്നില്ല. ഒരു സൈനികമായ ശക്തിയുള്ള രാജ്യം പിന്നെ മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണ ലക്ഷ്യം പെട്ടെന്ന് സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്മാറാൻ കഴിയില്ല. കാരണം സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ശക്തമായ രാജ്യം ഒരു ചെറിയ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയിട്ട് പിന്മാറിയാൽ അത് നാണക്കേടാകുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ വീണ്ടും ആ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമ്പോഴുണ്ടാകുന്ന ആപത്താണ് വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ